Hi children, welcome all of you. This is our 4th class in chapter 2nd Gobba's chair. What did you studied in our previous class? We studied to use has and have. അല്ലേ, ഹാസിനെ കുറിച്ചും ഹാവ് എങ്ങനെയാണ് യൂസ് ചെയ്യേണ്ടതാണ് പഠിച്ചത്. Today I will continue the grammar section. All of you take the page number 32. First exercise. Look at the picture. Fill in the blanks with is or are. Use is or are. ഈസ് ഓർ ആർ യൂസ് ചെയ്യുന്ന എപ്പോഴൊക്കെയാണ് യൂസ് ചെയ്യുക, അതാണ് ഇന്ന് പഠിക്കുന്ന ഗ്രാമർ സെക്ഷൻ. ഓക്കെ, വെൻ വി യൂസ് ഈസ് ഓർ ആർ എപ്പോഴാണ് യൂസ് ചെയ്യുക? വി യൂസ് ഈസ് വിത്ത് സിംഗുലർ സബ്ജക്റ്റ് ആൻഡ് ആർ വിത്ത് പ്ലൂറൽ സബ്ജക്റ്റ്. നോർമലി വി യൂസ് ഈസ് വിത്ത് ഹി, ഷീ ആൻഡ് ഇറ്റ്. ഓക്കെ, ഇപ്പോൾ ഹി ഈസ്, ഷീ ഈസ്, ഇറ്റ് ഈസ് എന്നാണ് പറയാം. അതായത് സബ്ജക്റ്റ് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ എന്നാണ് നോക്കേണ്ടത്. ഇപ്പം ഹി എന്നുള്ളതിന് പകരം രാമു, രാജു എന്നുള്ള പേരാണെങ്കിലും, ഇപ്പോൾ ഷീ എന്നുള്ളതിന് പകരം നേഹ, നിയ എന്നൊക്കെ പേരാണെങ്കിലും ഈസാണ് യൂസ് ചെയ്യുക. ഇറ്റിൻ്റെ കൂടെ എപ്പോഴും ഈസാണ് യൂസ് ചെയ്യുക. പിന്നെ ആർ, ആർ വി ക്യാൻ യൂസ് ആർ വിത്ത് പ്ലൂറൽ സബ്ജക്റ്റ്, ദേ, വി. എന്നാൽ യു എന്നുള്ളതിൻ്റെ കൂടെയും ആറാണ് യൂസ് ചെയ്യുക. ഇത്രയും കാര്യങ്ങൾ ആണ് എന്ത് ചെയ്യേണ്ടത്, ഓർമ്മയിൽ വെക്കേണ്ടത്. ഓക്കെ, ഗോയിങ് ടു ദ ഗ്രാമർ സെക്ഷൻ. ദ ഫസ്റ്റ് എക്സസൈസ്, ഓൾ ഓഫ് യു ലുക്ക് ഹിയർ. There are 6 sentences here. The first one, it dash Vani's birthday party. Look at the picture. ഇതെന്താണ്? ഒരു വാണി എന്ന് പറയുന്ന കുട്ടീൻ്റെ ബർത്ത്ഡേ പാർട്ടിയാണ്. യൂസ് ഈസ് ഓർ ആർ. ഇറ്റ് ഡാഷ് Vani's birthday party. What we can use is or are. ഈസിൻ്റെ ഇറ്റിൻ്റെ കൂടെ നമ്മൾ ഈസ് ആണോ ആർ ആണോ യൂസ് ചെയ്യുക? മിസ് പറഞ്ഞു സബ്ജക്റ്റ് സിംഗുലർ ആണോ എന്നുള്ളതാണ് നോക്കേണ്ടത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഇത് സിംഗുലർ ആണോ പ്ലൂറൽ ആണോ നോക്കണം. അപ്പോൾ ഇറ്റ് എന്നുള്ളതിൻ്റെ കൂടെ നമ്മളെപ്പോഴും ഈസ് ആണ് യൂസ് ചെയ്യുക. ഇറ്റ് ഈസ് Vani's birthday party. It is Vani's birthday party. Okay, then second one, she dash going to cut the cake. She dash going to cut the cake. What we can use is or are. ഷീ എന്നുള്ളതിൻ്റെ കൂടെ നമ്മൾ എന്ത് യൂസ് ചെയ്യും? ഷീ ഈസ്, ഹി ഈസ്, ഇറ്റ് ഈസ്, ഇങ്ങനെയാണ് പറയാം. ഓക്കെ, ഷീ ഈസ് ഗോയിങ് ടു കട്ട് ദ കേക്ക്. ദെൻ തേർഡ് വൺ, ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഹാവിങ് ഫൺ. ഹെർ ഫ്രണ്ട്സ് ഡാഷ് ഹാവിങ് ഫൺ. ബട്ട് വി ക്യാൻ യൂസ് ഈസ് ഓർ ആർ. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഹെർ ഫ്രണ്ട്സ്. ഫ്രണ്ട്സ് എന്നാണ്. എസ് ഫോം വരുമ്പോൾ അതെന്താണ്? പ്ലൂറൽ ആണ് അല്ലേ? എസ് ഫോം എന്ന് പറയുമ്പോൾ ഒന്നിൽ കൂടുതൽ പേര് അവിടെ ഉണ്ട്. More than one thing or person, we can use are. Her friends are. We can use are. Okay, then they dash enjoying themselves. The subject is they, so we can use are. They are enjoying themselves. Okay, fifth one, John dash under the table. John dash under the table. John, only one person here. ജോൺ എന്ന് പറയുന്ന ഒരൊറ്റ ആളെയാണ് ഇവിടെ കാണിക്കുന്നത്. ഹി എന്നോ ഷീ എന്നോ അല്ലെങ്കിൽ ഹീനെ കാണിക്കുന്ന ഏതെങ്കിലും ഒരു നെയിം ആണെങ്കിലും നമ്മൾ എന്താണ് ചേർക്കുക? ഈസ് ആണ് യൂസ് ചെയ്യുക. ജോൺ ഈസ് അണ്ടർ ദ ടേബിൾ. ജോൺ ഈസ് അണ്ടർ ദ ടേബിൾ. ദെൻ മാധവ് ഡാഷ് ഡാൻസിങ്. വാട്ട് വി ക്യാൻ യൂസ് ഈസ് ഓർ ആർ? ഈസ്. ഓക്കെ, അപ്പോൾ ഹി, ഷീ, ഇറ്റ് എന്നുള്ളതിന് കൂടെ ഈസ് യൂസ് ചെയ്യണം. പ്ലൂറൽ സബ്ജക്റ്റ് ആണെങ്കിൽ ദേ, വി ആർ, ദേ ആർ, യു ആർ എന്നാണ് പറയാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് എക്സസൈസ് ബി, ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് വിത്ത് ഈസ് ഓർ ആർ. ഈസ് ഓർ ആർ തന്നെയാണ് യൂസ് ചെയ്യേണ്ടത്. പക്ഷേ ദിസ് ഓർ ദീസിൻ്റെ കൂടെയാണ് നമ്മൾ യൂസ് ചെയ്യുക. ദിസ് എന്ന് പറയുമ്പോൾ അത് എന്താണ്? ദിസ് എന്ന് പറയുന്നത് സിംഗുലറിനെയാണ് കാണിക്കുക. ഇപ്പോൾ എൻ്റെ കയ്യിൽ ഒരു പെന്നാണ് ഉള്ളതെങ്കിൽ ദിസ് ഈസ് എ പെൻ എന്നാണ് പറയാം. ദിസ് ഈസ് എ പെൻ എന്ന് പറയും. എന്നാൽ മോർ ദാൻ വൺ പെൻ ഉണ്ടെങ്കിലോ ഒന്നിൽ കൂടുതൽ പെൻ ഉണ്ടെങ്കിൽ ദീസ് ആർ പെൻസ്. അതിൻ്റെ ഡിഫറൻസ് ദിസും ദീസും നമ്മൾ കഴിഞ്ഞ പ്രീവിയസ് ടേമിൽ പഠിച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ ദിസ് എന്നുള്ളതിൻ്റെ കൂടെ ഈസും ദീസ് എന്നുള്ളതിൻ്റെ കൂടെ ആറുമാണ് യൂസ് ചെയ്യുക. ഓക്കെ, ക്ലിയർ? ഓക്കെ, ഫസ്റ്റ് വൺ, ദീസ് ഡാഷ് ചിൽഡ്രൻ. വാട്ട് വി ക്യാൻ യൂസ് ഈസ് ഓർ ആർ? ദീസ്. വി ക്യാൻ യൂസ് ആർ വിത്ത് ദീസ്. ദീസ് ആർ ചിൽഡ്രൻ. ദീസ് ആർ ചിൽഡ്രൻ. അപ്പോൾ ദീസ് എന്നുള്ളതിന് കൂടെ ആറാണ് യൂസ് ചെയ്യുക. ദീസ് എന്ന് പറയുന്നത് പ്ലൂറലിനെയാണ് കാണിക്കുന്നത്. ഓക്കെ, ദെൻ ദിസ് ഡാഷ് ആൻഡ് ആൻഡ്. ദിസ് ഡാഷ് ആൻഡ് ആൻഡ്.
What we can use is or are? Very good. This is an ant. This is an ant. Third one, this dash a lion. What we can use is or are? Very good. This is a lion. This എന്നുള്ളതിന്റെ കൂടെ is ആണ് യൂസ് ചെയ്യാം. Then fourth one, these dash chicks. These are chicks. These are chicks. Fifth one, this dash a kite. This dash a kite. This is a kite. This is a kite. അപ്പോൾ is or are thisന്റെ കൂടെ this is and these are എന്നാണ് പറയാം. Okay, clear? Then next exercise, write is, am or are. അപ്പോൾ is, are, isഉം ആറും ആണ് പ്രീവിയസ് എക്സസൈസ് പറഞ്ഞത്. ഇതിൽ പറയുന്നത് am കൂടെ ഉണ്ട്. is, am and are. am എപ്പോഴാണ് യൂസ് ചെയ്യാം? I എന്നുള്ളതിൻ്റെ കൂടെയാണ് am യൂസ് ചെയ്യുക. I am എന്നാണ് പറയാം അല്ലേ? ഓക്കെ, ഫസ്റ്റ് വൺ, I dash a girl. എന്താണ് പറയാ? I is എന്നാണോ I are എന്നാണോ യൂസ് ചെയ്യുക? am ആണോ യൂസ് ചെയ്യുക? I am a girl. I am a girl അല്ലേ? I എന്നുള്ളതിൻ്റെ കൂടെ യൂസ് ചെയ്യുന്നത് am ആണ്. Okay, then second one, I dash 6 years old. What we can use is am or are. I am. Am we use with I. Okay, I am 6 years old. Then third one, this dash my family. What we can use is or are. Is or are. What we can use? This എന്ന് വരുമ്പോൾ എന്താണ്? This is my family. Okay. Then we dash going to grandma's house. We dash going to grandma's house. We, the subject is we, more than one person here, so we can use are. We are going to grandma's house. Then fifth one, grandma and grandpa dash going for walk. Grandma and grandpa, the subject, more than one person here, grandma and grandpa. രണ്ട് പേരുണ്ട്. അപ്പോൾ എന്താ യൂസ് ചെയ്യും? What we can use is or are? Very good. Are. Grandma and grandpa are going for walk. Sixth one, അതൊരു ക്വസ്റ്റ്യൻ ആണ്. Where dash you going? Which one we can use? Is, am or are? Where you വരുമ്പോൾ എന്താണ്? Where are you going? Where are you going? Okay, clear? അപ്പോൾ is we can use with singular subject, are we can use with plural subject, and we normally use am with I. Okay, clear? All of you do the exercise. Today's class is over. Children, we will meet in next class. Children, bye.